ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള ഭാഗങ്ങളിൽ ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ 9-ാം വാക്യം ഇങ്ങനെയാണ്: അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. ഈ 2 വാക്യങ്ങളുടെ ഇടയിൽ വളരെ ശ്രേഷ്ഠകരമായ കാര്യങ്ങൾ പൗലോസ് ആത്മാവിൽ എഴുതുകയാണ്. ക്രിസ്തുയേശുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പൗലോസ് പറയാണ്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് താഴ്മയെക്കുറിച്ച് കാണിക്കുകയാണ്. നമ്മുടെ പ്രാണപ്രിയനായ കർത്താവ് ഭൂമിയിലോട്ട് താണിറങ്ങി വന്ന് പിതാവിനെ അനുസരിച്ച ഒരു ഭാഗത്തെക്കുറിച്ച് പറയുകയാണ്. എന്നിട്ടാണ് പറയുന്നത്, അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. പിതാവ് പറഞ്ഞത് അതുപോലെ അനുസരിച്ച പുത്രൻ. അതിനകത്ത് താഴ്മയുണ്ട്, അതിനകത്ത് എളിമയുണ്ട്, അതിനകത്ത് ദീർഘക്ഷമയുണ്ട്. ഇതെല്ലാം അനുസരിച്ച ആ നല്ല കർത്താവിനെ, ആ പുത്രനെ ദൈവം ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, താഴ്മയ്ക്കും എളിമയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകും. ബൈബിളിലുടനീളം നമ്മെ പഠിപ്പിക്കുന്നത് താഴ്മ ധരിപ്പാനും എളിമ ധരിപ്പാനും മറ്റുള്ളവരെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും ഒക്കെ. ഈ വചനം കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഉയരാൻ ഇഷ്ടമാണ്, പക്ഷെ താഴാൻ ഇഷ്ടമല്ല. കർത്താവ് പിതാവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചത് ഭംഗിയായിട്ട് ചെയ്തപ്പോൾ പിതാവ് പുത്രനെ ഏറ്റവും ഉയർത്തി. നമ്മുടെ ജീവിതത്തിനകത്തും താഴ്മയോടെ കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ ആത്മാവിൽ താണ് സഞ്ചരിപ്പാൻ, ഉന്നതങ്ങളിൽ എത്തിച്ചേരാൻ. എവിടെയാണ് ഉന്നതങ്ങളിൽ? ആ നിത്യരാജ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അധികമായിട്ട്, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അധികമായിട്ട് ഒരു ഭവനം അവിടെ ഉണ്ടെന്ന് ലക്ഷ്യം വെച്ച് സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.